മുഖ്യമന്ത്രി പിണറായി വിജയൻ പി.വി. അൻവർ എം.എൽ.എയെ പൂർണ്ണമായി ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശിക്കും ADGP M.R. അജിത് കുമാറിനുമെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പി.വി. അൻവർ രംഗത്ത് വന്നത്. അത് CPM-ലെ ഒരു വിഭാഗം അൻവറെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന സംശയം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും ഇപ്പോൾ പൂർണ്ണമായിട്ടും പിണറായി വിജയന് കീഴടങ്ങിയിരിക്കുകയാണ് പാർട്ടി. അതേസമയത്ത് ആരൊക്കെയാണ് പി.വി. അൻവറിനെ പിന്താങ്ങുന്നത് എന്നുള്ളതിലും അല്പമൊക്കെ ആശങ്കകളുണ്ട്, അല്ലെങ്കിൽ അവ്യക്തതയുണ്ട്. ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ പൂർണ്ണമായി ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് അൻവർ വിഷയം ഉയർന്നു വന്നിരിക്കുകയാണ്. അത് CPM-ൻ്റെ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ്, മുസ്ലിം സംഘടനകളുമായിട്ടുള്ള അവരുടെ ഐക്യം, അതിൽ തകരാറ് സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഇമേജിന് കോട്ടം തട്ടുന്നുണ്ടോ, BJPക്ക് എന്തെങ്കിലും സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ UDF-ന് ഇതിൽ നേട്ടമുണ്ടാക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന ഒരു വിവാദമാണ് പി.വി. അൻവറിൻ്റെ വിഷയം. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വിവാദമായി മാറിയിരിക്കുന്ന ഈ സംഭവത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശ്രീ G.K. സുരേഷ് ബാബു, നമസ്കാരം. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറെ തള്ളിപ്പറഞ്ഞത് ഒരു പുതിയൊരു റീഅലൈൻമെൻറ്റ്, അല്ലെങ്കിൽ CPM പൂർണ്ണമായിട്ടും അൻവറെയും അൻവർ പ്രതിദാനം ചെയ്യുന്ന വിഭാഗങ്ങളെയും തള്ളിപ്പറയാനുള്ള ഒരു ഘട്ടത്തിലാണ്. എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഇല്ല, അൻവറിനെ മുഖ്യമന്ത്രി ഇപ്പോൾ തള്ളിപ്പറഞ്ഞത് നിലനിൽപ്പിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഗതികേടാണ്. അൻവർ ഒരു പക്ഷേ CPM-ൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കേരളത്തിൽ പാർട്ടിയിൽ ഉയർന്ന വിമത ശബ്ദങ്ങളിൽ ഒരാൾ പോലും ഉയർത്താത്തത്ര അതിശക്തമായ വിമർശനമാണ് ഉയർത്തിയത്. അതോടൊപ്പം വളരെ വ്യക്തമായിട്ട് പിണറായി വിജയനെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് UDF-ഓ BJP-യോ അറ്റാക്ക് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അൻവർ പോയി. അതുവരെ ഈ തൊണ്ടയിലെ പഴുപ്പ് വിഴുങ്ങുകയായിരുന്നു പിണറായി വിജയൻ. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത വന്ന ഒരു സാഹചര്യത്തിലാണ് പിണറായി വിജയൻ അൻവറിനെ തള്ളിപ്പറയുന്നത്. പക്ഷെ അൻവർ എന്ന് പറയുന്നത് നമുക്കൊരു ഒറ്റപ്പെട്ട പ്രതിഭാസമായിട്ടോ പ്രതീകമായിട്ടോ കാണാൻ കഴിയില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ശക്തി അല്ലെങ്കിൽ ധ്രുവീകരണം, അതിൻ്റെ ഒരു ചേരിമാറ്റമാണ് ഈ അൻവർ വിഷയത്തിലൂടെ നമ്മൾ കേരളത്തിൽ കാണേണ്ടത്. ഇതൊരു ചെറിയ സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ അൻവർ വിഷയത്തെ തുടർന്ന് കേരളത്തിലെ മുന്നണി സംവിധാനങ്ങളിലും UDF-ലും LDF-ലും ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വളരെ ശക്തമായിട്ടാണ് UDF-ൻ്റെ കൂടെ മുസ്ലിം വിഭാഗങ്ങൾ നിന്നത്. അതേ സമയത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് അതിന് സമാനമായിട്ട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം വിഭാഗങ്ങൾ LDF-ൻ്റെ കൂടെയാണ് നിന്നത്. ഒരുപക്ഷെ മുസ്ലിം ലീഗിന് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് സവർണ എന്ന് ഞാൻ പറയുന്നില്ല, സമ്പന്ന വിഭാഗങ്ങൾ, സമ്പന്ന മുസ്ലിം വിഭാഗങ്ങൾ, അത്യാവശ്യം മാഫിയയുടെയൊക്കെ പിന്തുണയുള്ള ആളുകളൊക്കെ തന്നെ അവരെയൊക്കെ ആകർഷിക്കാൻ, അല്ലെങ്കിൽ അവരെ തങ്ങളെ കൂടെ കൊണ്ടുവരാൻ CPM-ന് കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ സുന്നികളിലെ, അതായത് ഏറ്റവും പിന്തിരിപ്പൻ അല്ലെങ്കിൽ യാഥാസ്ഥിതിക, പിന്തിരിപ്പൻ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല വാക്ക് യാഥാസ്ഥിതിക എന്നായിരിക്കും. യാഥാസ്ഥിതിക മുസ്ലിം വിഭാഗത്തിൻ്റെ നല്ലൊരു ശതമാനം ആ സുന്നികളിൽ തന്നെ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമാക്കി നിർത്താനോ മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് CPM കാലാകാലങ്ങളായിട്ട് അനുവർത്തിച്ചിരുന്ന ഒരു മുസ്ലിം യാഥാസ്ഥിതിയോടുള്ള അവരുടെ സമീപനത്തിൽ നിന്നുള്ള വ്യതിചലനമായിരുന്നു അത്. അപ്പോൾ വീണ്ടും ഒരു തിരിച്ചു പോക്കാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ വിലയിരുത്തേണ്ടത് പാർട്ടിയിലെ യോഗങ്ങളാണ്. പാർട്ടി സംവിധാനത്തിൽ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ പാർട്ടിയിലെ ഈ ജിഹാദി എലിമെൻറ്റ്സ്, പോപ്പുലർ ഫ്രണ്ട് എലിമെൻറ്റ്സ്, അല്ലെങ്കിൽ പഴയ സിമിക്കാർ CPM-ൽ ആധിപത്യം ചെലുത്തുന്നു എന്നുള്ളൊരു വിമർശനം നേരത്തെ തന്നെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഒരുപക്ഷെ ഡോക്ടർ KT ജലീലിൻ്റെ CPM-ലേക്കുള്ള വരവും. ഇതൊന്നൊരു വളരെ നിസ്സാരമായ ചെറിയ സംഭവങ്ങളല്ല. ഇതിൻ്റെ പിന്നിൽ വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്. സിമി അടക്കമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഒരു പരിധിക്ക് ശേഷം ഈ സംഘടനകളിൽ നിന്ന്
സ്വാധീനമുള്ള മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളിലേക്ക് ചേക്കേറുക. ആ ചേക്കേറിയിട്ട് ആ രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനം ചെലുത്തുക. ആ സ്വാധീനം ഉപയോഗിച്ചിട്ട് തങ്ങളുടെ മതത്തിനും തങ്ങളുടെ ലക്ഷ്യത്തിനും അതീതമായിട്ട് ആ സംഘടനാ സംവിധാനത്തെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഈ ജിഹാദി എലിമെൻസും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളും ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ ഗൂഢാലോചനയുടെ ഭാഗം മനസ്സിലാകണമെങ്കിൽ നേരത്തെ സിമിയുടെ സംസ്ഥാന നേതാവായിരുന്നു ഡോക്ടർ KT ജലീൽ. ജലീൽ വന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ലീഗിനൊപ്പം നിന്നു. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടിയെ തള്ളി പറഞ്ഞു. പിന്നീട് CPM-ലേക്ക് വരുന്നു. CPM-ൽ പൊടുന്നനെ ഇദ്ദേഹത്തെ ഒരു പ്രതീകം, ഒരു പൊളിറ്റിക്കൽ ഐക്കണായിട്ട് ഉയർത്തിക്കാട്ടിയത് പിണറായിയും CPM-ലെ ഒരു വിഭാഗവുമായിരുന്നു. അതായത് സാധാരണ CPM-ൻ്റെ സംസ്ഥാനതല ജാഥകളൊക്കെ നയിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോ ഒക്കെയാണ് കൂടെ നയിക്കുന്നത്. അപ്പോൾ പാർട്ടി അംഗം പോലും അല്ലാത്ത ഒരാൾ പാർട്ടിയുടെ ഒരു ജാഥ നയിക്കുന്ന നിലവാരത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ബോധപൂർവമായൊരു ശ്രമം. ആ ബോധപൂർവമായ ശ്രമമാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള CPM-ൻ്റെ ശ്രമമായിരുന്നു. ഒറ്റത്തവണ മാത്രമാണ് EMS ഞങ്ങൾ വർഗീയ ശക്തികളുടെ പിന്തുണ ഇല്ലാണ്ട് തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞിട്ട് 2 മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തി. മറ്റേത് EMS-നോടൊപ്പം വരുന്ന CPM-നോടൊപ്പം വരുന്ന മുസ്ലിം ലീഗിനെ അവർ മതേതര മുസ്ലിം ലീഗ് എന്നും മറ്റവരെ ഈ വർഗീയ മുസ്ലിം ലീഗ് എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഏത് മുന്നണി എന്നാലും മുസ്ലിം ലീഗ് വർഗീയം തന്നെയാണ്. അതായത് ഇപ്പോൾ KT ജലീൽ തന്നെ എനിക്ക് തോന്നുന്നു കുറ്റിപ്പുറം തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആ സമയത്തുണ്ടായിരുന്നൊരു, അതായത് ലീഗിനകത്തുള്ള ഒരു ഇന്റേണൽ പൊളിറ്റിക്സ്, ആ ഇന്റേണൽ പൊളിറ്റിക്സ് മാത്രമാണ് KT ജലീലിനുണ്ടായത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആളെ ആയിരുന്നില്ല. ഇപ്പോഴും അദ്ദേഹം മതമൗലികവാദത്തെ ഒന്നും തള്ളി പറയാൻ തയ്യാറാവുന്ന ആളുമല്ല. അവരോടൊപ്പം തന്നെയാണ് KT ജലീൽ. ഇപ്പോഴും സിമിയുടെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും ഒപ്പം തന്നെയാണ്. പക്ഷെ ഒരു ചോദ്യം പിണറായി വിജയൻ ചോദിച്ചിട്ടില്ല. അതായത് നമ്മുടെ PV അൻവർ അയാൾ പഴയ കോൺഗ്രസ്സുകാരനല്ലേ എന്ന ചോദ്യം ചോദിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നം ഉന്നയിക്കുന്ന പിണറായി വിജയൻ KT ജലീൽ പഴയ സിമിക്കാരനല്ലേ എന്ന് പറയുന്ന ഒരു അവസരം ഉണ്ടായില്ല. അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയൻ ഇപ്പോഴും എന്താ പറയുക, ഒരു എന്തോ ഒരു മാസ്മരിക ലോകത്താണ് അദ്ദേഹം. അപ്പോൾ ഈ റിയാലിറ്റി, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഉയർത്താൻ പോകുന്ന ഭീഷണിയെക്കുറിച്ച് CPM-ൻ്റെ കേഡറുകളിൽ സാധാരണ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന അവബോധം. അപ്പോൾ P ജയരാജൻ്റെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെൻറ്റ്, P ജയരാജൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പൊളിറ്റിക്കൽ ഇസ്ലാം ഈ ഭീകരശക്തികൾ പാർട്ടിക്കുള്ളിൽ കടന്നു കയറുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേക്കും. കേരളത്തിലെ ഒരു DCCയുടെ പ്രസിഡന്റ് പഴയ സിമിക്കാരനാണ്. ഇത് CPM-ലേക്ക് മാത്രമല്ല, പക്ഷെ CPM-ലേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു ദ്വന്ദ്വാത്മകതയില്ലേ? അതായത് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് P ജയരാജനാണ് അൻവറിന് പിറകിലുണ്ടെന്ന് പറയുന്നത്. അപ്പം CPM-ലെ പാർട്ടി നേതൃത്വം തങ്ങളെ തള്ളിപ്പറയും എന്ന് മാധ്യമപ്രവർത്തകർ അൻവറിനോട് ചോദിക്കുമ്പോൾ, അതാ ഇന്ന് പ്രകടനം നടത്താൻ പോവുകയാണല്ലോ, എടവണ്ണയിൽ നിങ്ങളുടെ നാട്ടിൽ പ്രകടനം നടത്താൻ പോവുകയാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അൻവർ അഴിമതിക്കെതിരായ പ്രക്ഷോഭം അതിൽ പാർട്ടി അണികൾ തന്നെ അതിനെതിരെ നീങ്ങും എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. മറുഭാഗത്ത് ഇതേ രീതിയിൽ അൻവറിൻ്റെ കൂട്ടാളി എന്ന് ആരോപിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അൻവറും അത് നിഷേധിക്കുന്നുണ്ട്, ജയരാജനും അത് സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള ജയരാജൻ മുസ്ലിം മതമൗലികവാദത്തെ വരെ എതിർക്കുകയാണ്. പക്ഷേ അൻവർ, അങ്ങനെയുള്ള സമയത്ത് അൻവറിനെ ഒരു മതമൗലികവാദിയുടെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? കാരണം എന്തിനെയാണോ ജയരാജൻ എതിർക്കുന്നത് അതിനെ തന്നെയല്ലേ അൻവറും എതിർക്കുന്നത്. എനിക്ക് തോന്നുന്നത് കൈലാസ്, അത് കുറച്ചുകൂടെ രാഷ്ട്രീയമായ ഒരു എന്താ, പൊളിറ്റിക്സിനകത്ത് അൺടച്ചബിലിറ്റി ഇല്ല, ആർക്കും ആരോടൊപ്പവും ചേരാം. ഈ ഇസ്ലാമിക മതമൗലികവാദത്തെ പിന്തുണയ്ക്കുന്നത് CPM-ആണ്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് നടന്ന എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ നിന്ന്, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ദിവാകരൻ എന്നാണെന്ന് തോന്നുന്നു, ഒരു ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് അദ്ദേഹം ഉയർത്തിയത് ഇതേ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, ഇറങ്ങിപ്പോയി. എറണാകുളം പത്തനംതിട്ടയിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് പഴയ പോപ്പുലർ SDPI-കാരനെ അയാളെ കൊണ്ടുവന്നു.
അപ്പോൾ ഇത് കാണിക്കുന്നത് വെച്ചാൽ കായംകുളത്തെ അമ്പലപ്പുഴയിലെ മറ്റേ MLA-ക്കെതിരെ തന്നെ ഒരു പഴയ അത് PMA സലാമിൻ്റെ പേരിൽ നേരത്തെ തന്നെയുള്ള ആരോപണമാണ് അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത്. അല്ല, PMA സലാമല്ല, ആലപ്പുഴ ജില്ലയിലെ MLA, അമ്പലപ്പുഴ MLA യുടെ പേരിലും H സലാം അദ്ദേഹത്തിന്റെ പേരിൽ ഇതേ ആരോപണമുണ്ട്. പക്ഷെ ഇത് പ്രോബ്ലം വ്യാപകമായ തോതിൽ പാർട്ടിയുടെ താഴെ തലം മുതൽ മുകളിലറ്റം വരെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം CPM-ൽ കടന്നു കയറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ. അങ്ങനെയാണെങ്കിൽ അവരൊരു റിവോൾട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ആ റിവോൾട്ടിന്റെ സൂചനയല്ലേ അൻവർ? അല്ല, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു ഭരണകക്ഷിക്കകത്ത് കടിച്ചു തൂങ്ങാനല്ലേ ശ്രമിക്കുക. അവരിന്ന് വേർതിരിഞ്ഞ് വരാനുള്ള ശ്രമം അല്ല, വേർതിരിഞ്ഞ് വരുന്നത് വെച്ചാൽ ഇപ്പോൾ അൻവറിന് വേറെ എന്തോ ലക്ഷ്യമുണ്ട്. അതെ, അൻവറിന്റെ ലക്ഷ്യത്തിന്റെ ഈ നീക്കങ്ങളും ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മൂവ്മെന്റുമായിട്ട് നമുക്കങ്ങനെ പ്രത്യക്ഷത്തിൽ കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും പിന്നിൽ അതുണ്ട്. എനിക്ക് എൻ്റെ ബലമായ വിശ്വാസം. അതിൽ അൻവർ പറഞ്ഞ ചില സൂചനകൾ, അതിലൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, അണികൾ എൻ്റെ കൂടെയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അൻവർ നടത്തിയ ഒരു പരാമർശം, അതായത് ഏത് CPM നേതാവിൻ്റെ എനിക്കെതിരായ അഭിപ്രായ പ്രകടനങ്ങൾ ഫേസ്ബുക്കിൽ നടത്തിയതിനെക്കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ അതിനടിയിലുള്ള കമൻറ്റുകൾ നിങ്ങൾ കാണൂ എന്നാ പറയുന്നത്. അതാണ് ജനവികാരം. പക്ഷേ ഞാൻ ഈ കമൻറ്റുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കമൻറ്റുകളാണ് ഇത്. അതാണ് പ്രശ്നം. ഇപ്പോൾ KT ജലീലിനെ ആയാലും അൻവറിനെ ആയാലും പിന്തുണയ്ക്കുന്നത് ഈ പഴയ സിമിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും SDPIക്കാരുമാണ്. അതിനവർക്ക് ഈ രാഷ്ട്രീയം ബാധകമല്ല. ഇപ്പോൾ വരാൻ പോകുന്നത് വെച്ചാൽ അൻവറിനെ UDF മിക്കവാറും അടർത്തിയെടുത്താൽ പക്ഷെ നിലമ്പൂരിൽ വീണ്ടും മത്സരിപ്പിക്കാൻ കഴിയുമോ? ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അയാൾ കോൺഗ്രസ് വിട്ടിട്ടില്ല, അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ കൊണ്ടുവന്നിട്ട് ഈ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അതെ, അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അൻവർ UDFൻ്റെ ആളായിട്ട് വന്ന് മന്ത്രിയാകുന്ന സാഹചര്യം തള്ളാൻ പറ്റില്ല. എന്നിട്ട് ഇപ്പോൾ കോടതി തടഞ്ഞിട്ടുള്ളതടക്കമുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും അഴിമതികളും മുഴുവൻ ഒന്നുകൂടി കംപ്ലീറ്റ് ആയിട്ട് അത് റാഷണലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതായിരിക്കും ഈ അൻവർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അൻവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അൻവർ ആരാണെന്ന് ആളുകൾക്കറിയാം. പക്ഷെ അതൊന്നും പൊളിറ്റിക്സിൽ ആളുകൾക്കറിയാമെന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ബാധകമല്ല. മാധ്യമപ്രവർത്തകർക്കും പിന്നെ പൊതുസമൂഹത്തിലുള്ള ഈ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്കും മാത്രമാണ്. അല്ല, സാധാരണക്കാർക്കും അറിയാം അൻവറിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചും ആഫ്രിക്കൻ കച്ചവടത്തെക്കുറിച്ചും. ഇപ്പോൾ ഒരു മാമിയോ അവരൊക്കെ അൻവറുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് എല്ലാവരും. ഇനി കൂട്ട് സംരംഭങ്ങളുണ്ടോ എന്ന് നമുക്കറിയാൻ മേല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും അൻവർ പറയുന്നത് ഒരു ശുദ്ധീകരണ രാഷ്ട്രീയത്തെക്കുറിച്ച്, അല്ലെ ഒരു രാഷ്ട്രീയത്തിലെ ശുദ്ധീകരണത്തെക്കുറിച്ച്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജനസ്വരാജ് പാർട്ടി പ്രശാന്ത് കിഷോർ ബീഹാറിൽ നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ പിന്നീട് അഴിമതിക്കാരനായിട്ട് മാറിയ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ നടത്തിയതുപോലെ അതിനേക്കാൾ വലിയൊരു ക്യാൻവാസിലാണ് അൻവർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അൻവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? നമ്മുടെ കുട്ടികൾ കുഴിമന്തിയൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് നടക്കുകയാണ്. അവർക്ക് ഈ രാജ്യത്ത് നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത്രയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJP ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കോൺഗ്രസും ലീഗും CPM-ൻ്റെയും സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ ഒരു നെക്സസാണ്. അവരണികളെ വഞ്ചിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയൊരു രാഷ്ട്രീയം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ പർപ്പസാണ് നമ്മൾ ആലോചിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പിണറായി എന്ന സൂര്യൻ അണഞ്ഞു. അദ്ദേഹം നടത്തുന്നത് കുടുംബ ബിസിനസ്സാണ്. മരുമകനെ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് അൻവർ ഉയർത്തിയത്. മോളുടെ ബിസിനസ്സിന് വേണ്ടി ഈ മൊത്തം പാർട്ടി സംവിധാനത്തെയും ദുരുപയോഗം ചെയ്യുന്നു. ഒരു വാണിംഗ് അൻവർ കൊടുക്കുന്നത്. അതായത് ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20-25 സീറ്റിലേക്ക് ഇടതുപക്ഷ മുന്നണി ഒതുങ്ങും. പല ആളുകൾക്കും കെട്ടിവെച്ച കാശ് കിട്ടൂല. അതിൻ്റെ അർത്ഥം ജനവികാരം എൻ്റെ കൂടെയാണ്, പിണറായി വിജയൻ്റെ കൂടെയല്ല എന്ന്. ഇത് പറയുന്നത് അൻവർ ആയിരുന്നില്ല, മറ്റൊരാളായിരുന്നെങ്കിൽ അതിന് വിശ്വാസ്യത ഉണ്ടാവുമായിരുന്നു. കാര്യം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തുള്ള മുഴുവൻ കള്ളത്തരത്തിൻ്റെയും കള്ളക്കമ്മട്ടത്തിൻ്റെയും എല്ലാ ബിനാമി ഇടപാടുകളുടെയും അപ്പോസ്തലനായിട്ടുള്ള അൻവർ, പിണറായി ആരും ന്യായീകരിക്കുന്നില്ല. മാസപ്പടി വിവാദം അടക്കം പിണറായി ചെയ്തിട്ടുള്ളത് മുഴുവൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്തതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ EMS
ഇവിടെ EMSന്റെ പെൺമക്കൾക്ക് ഉടുക്കാൻ 3 ഓയിൽ സാരി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ചാലയിലൊരു വ്യാപാരിക്ക് എഴുതിയ കത്ത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അങ്ങനെയുള്ള ആളിൻ്റെ പിൻഗാമിയായിട്ട് വന്ന ആളാണ് ഈ കോടിക്കണക്കിന് രൂപ ഏതെല്ലാം വഴിയിൽ ഫസ്റ്റ് കോവിഡ് ടൈമിൽ ഡേറ്റ കച്ചവടം മുതൽ ഏറ്റവും അവസാനം ഈ കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൈൽസിൻ്റെ മാസപ്പടി ഇടപാട് വരെ എത്രായിരം കോടി രൂപ ഈ രാഷ്ട്രീയ അഴിമതി കൂടെ നടത്തി. പക്ഷേ ഇവിടെ CPM നേതൃത്വത്തിനെതിരായ ഒരു റിവോൾട്ടായിട്ട് പരിണമിക്കാമായിരുന്ന ഒരു വിഷയം, അതായത് അണികളുടെ ഒരു പ്രതിനിധിയായിട്ട് അൻവർ നിൽക്കുന്നു, നേതൃത്വത്തിൻ്റെ പ്രതിനിധിയായിട്ട് പിണറായി നിൽക്കുന്നു. അതിനെ രഹസ്യമായിട്ട് പാർട്ടി സെക്രട്ടറിക്ക് പിന്തുണയ്ക്കുന്നുണ്ടോ? കാരണം ആദ്യം ആരും അൻവറിനെ തള്ളിപ്പറഞ്ഞില്ല. അൻവർ പറഞ്ഞ വിഷയങ്ങൾ പരിഗണനാർഹമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. വിജയരാഘവനാണെങ്കിലും MV ഗോവിന്ദനാണെങ്കിലും അവരൊക്കെ തന്നെ അൻവറിനോടൊരു രഹസ്യമായ പിന്തുണ, അല്ലെങ്കിൽ അൻവറിനോടൊരു ആത്മബന്ധമുണ്ടോ, അല്ലെങ്കിൽ അൻവറിനെ അറിയാതെയോ രഹസ്യമായി പിന്തുണയ്ക്കുന്നുണ്ടോ എന്നൊരു തോന്നലായിരുന്നു നേരത്തെ. സംശയം പലർക്കും ഉണ്ടായി. പക്ഷേ ഇപ്പം പൂർണ്ണമായിട്ടും അത് പിണറായി പൂർണ്ണമായിട്ട് കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കള്ളക്കടത്തുകാരൻ എന്നാണ് റഹീമൊക്കെ ആരെ വിളിക്കുന്നത്, പിന്നെ അൻവറിനെ വിളിക്കുന്നത്. ഈ കള്ളക്കടത്തുകാരനെയാണ് 8 വർഷമായിട്ട് ഇവർ MLA ആക്കിയത് എന്നുള്ളതാണ് ഒരു ചോദ്യം. മാത്രമല്ല എല്ലായിടത്തും താങ്ങി നിർത്തി. തടയണ വിവാദത്തിൽ എത്ര കാലമാണ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് പോലും തടയണ പൊളിക്കാതെ കൊണ്ടു നടന്നു. അതെ അതെ. അപ്പോൾ ഇത് മുഴുവൻ അൻവർ ചെയ്ത മുഴുവൻ കാര്യങ്ങളെയും ഇതുവരെ പിന്തുണച്ചിട്ട് അൻവർ എന്തുകൊണ്ട് ഇപ്പോൾ പിണറായിയുടെ ശത്രുവായി? അതിന്റെ പിന്നിൽ ആര്? ആ ചോദ്യങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല അല്ലെ? ആ അന്വേഷണം ക്ലിപ്തമായും വ്യക്തമായും നിഷ്പക്ഷമായും നടക്കുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അൻവർ മാറിയാലും ഇല്ലെങ്കിലും അന്വേഷണം നടക്കുന്നു. പക്ഷേ ഈ അന്വേഷണം യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് നടക്കും. ഇപ്പം അൻവർ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചിരിക്കുക. എത്രയോ 158 എത്രയോ ആണ് കള്ളക്കടത്തുകൾ നടന്നതിൻ്റെ കണക്ക്. ഈ കള്ളക്കടത്തുകൾ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുമോ? ഞാൻ കള്ളക്കടത്തുകാരനാണ് നിങ്ങൾ കൂട്ടിക്കോ? അല്ല, അത് അൻവർ ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ നേതൃത്വത്തെ വിശ്വാസമില്ല, പിണറായിയെ വിശ്വാസമില്ല, ഹൈക്കോടതി നേതൃത്വത്തിൽ നടക്കട്ടെ. അല്ല, അതിനകത്ത് നമ്മളത് സ്വാഗതം ചെയ്യുകയാണ്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു സ്വതന്ത്ര നിഷ്പക്ഷ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഈ അൻവർ മാത്രമല്ല പിണറായിയും കുടുങ്ങും. അല്ല, പക്ഷെ അങ്ങനെ ഒരു അന്വേഷണം നടക്കുമോ? അല്ല, അതിന് സംസ്ഥാന സർക്കാർ ഉത്തരവിടണ്ടേ? അതിന് ഉത്തരവിടാൻ കഴിയില്ല. ഇപ്പോൾ ഇവര് എന്തുകൊണ്ട് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇല്ലാതെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് അതിന്റെ സ്കോപ്പില്ല. ഇല്ലെങ്കിൽ പിന്നെ കേന്ദ്ര അന്വേഷണം വരണം. ഇപ്പൊ കേന്ദ്ര അന്വേഷണം വരാതിരിക്കാനാണ് അൻവർ ആദ്യമേ തന്നെ അടിച്ചത്. MR അജിത് കുമാർ പോയിട്ട് പിന്നെ RSS നേതാക്കളെ കണ്ടത് ഇത് ഒതുക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇത് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, RSS നേതാക്കൾ ഇമാതിരി കാര്യങ്ങളിൽ ഇടപെടില്ല. RSS നേതാക്കളെ ആർക്കും കാണാം. വിശേഷിച്ചും RSSൻ്റെ നേതാക്കൾ ദേശവ്യാപകമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാ നേതാക്കന്മാരെയും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, സമൂഹത്തിൽ എല്ലാവരെയും കാണും. ഇവിടെ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതായത് CPM കാലാകാലങ്ങളിൽ റിവോൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതെ. ഇപ്പം അച്യുതാനന്ദൻ, MM ലോറൻസിനെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയൊക്കെ മുഴുവൻ വെട്ടിനിർത്തി. പിണറായി വിജയനും അച്യുതാനന്ദനും നമ്മളെ പോര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ല, ഒരുമിച്ചായിരുന്നു CIT-കാരെ വെട്ടാൻ വേണ്ടി ഇവർ ഒന്നിച്ചാണ് നിന്നത് ആദ്യം. അതിൻ്റെ അന്ന് പിന്നെ VS അച്യുതാനന്ദനുള്ള വിരോധം കൊണ്ടാണ് പിന്നീട് അച്യുതാനന്ദനുമായിട്ടുള്ള പിണറായിയുടെ ഫൈറ്റിൽ ലോറൻസ് പിണറായിയുടെ കൂടെ നിന്നത്. അതേപോലെ തന്നെയാണ് MV രാഘവൻ, ഏറ്റവും വലിയ നേതൃത്വം, ഗുണ്ടാ നേതാവും ആ പാർട്ടി അണികളുടെ നേതാവും, എല്ലാ CPM-ൻ്റെ വേണ്ടാത്തരങ്ങൾക്കൊക്കെ എല്ലാം ശക്തി പകർന്നിരുന്ന, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും മാസ്മരിക ശക്തിയുള്ള നേതാവായിരുന്ന MV രാഘവനെ അടിച്ചൊതുക്കുകയാണ് ചെയ്തത്. TP ചന്ദ്രശേഖരനെ എന്താ പറയുക, പരസ്യമായി പ്രഖ്യാപിച്ച് കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചിട്ട് 51 തവണ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിലും ഒരു പാർട്ടി അംഗം പോലുമല്ലാത്ത അൻവർ CPM നേതൃത്വത്തിനെതിരെ പരസ്യമായ വെല്ലുവിളി ഉയർത്താനുള്ള കയ്യിലൊരു അൻവറിൻ്റെ നിലപാട് തറ, അൻവറിൻ്റെ സ്ഥലം, അത് അവിടെ CPM-ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അല്ല, ഇടവണ്ണയിൽ നിന്ന് പ്രകടനം നടത്തുന്ന അല്ല, ഇടവണ്ണ പ്രകടനം നടത്തിയാലും നടത്തില്ലേലും പിന്നെ TP ചന്ദ്രശേഖരനെതിരെയോ അല്ലെ MV രാഘവനെതിരെയോ കണ്ണൂരിൽ നടത്തിയ ഫൈറ്റ് മലപ്പുറത്ത് അൻവറിനെതിരെ നടത്താൻ CPM-ന് കഴിയില്ല. അതാണ് ദുർബലമാണ്. CPM ആകെ മലപ്പുറത്ത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം കുറച്ച് അത് മലപ്പുറത്ത് മാത്രമല്ല,
ഈ ഇന്ത്യയിൽ എവിടെയും നോക്കിക്കോ, ഈ CPM-ൻ്റെ തട്ടിപ്പിന് വീഴുന്നത് ഹിന്ദുക്കൾ മാത്രമാണ്. കേരളത്തിലെ ഈഴവ പിന്നാക്ക സമുദായങ്ങൾ മുഴുവൻ. അല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലാണെങ്കിലും അതേപോലെ തന്നെ കായംകുളം, ഒരുപാട് അസംബ്ലി, ആലപ്പുഴയിലെ അസംബ്ലി മണ്ഡലങ്ങളിലൊക്കെ ആണെങ്കിലും ഒരുപാട് സ്ഥലത്ത് CPM-ന്റെ അടിത്തറ ഇളകുന്ന രീതിയിൽ ഒരു ഹിന്ദു ബാക്ക്ലാഷ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു അതിന്റെ കാരണം ഇതാണ്. അപ്പൊ അല്ല, അതിന്റെ ഒരു പരിഹാര മാർഗമായിട്ടായിരിക്കും അവരിത് അതാണ് ഇതിനകത്ത് ഇപ്പൊ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ സംശയം. അൻവർ കള്ളക്കടത്തുകാരനാണെന്ന് പറയുന്നത്, അൻവർ മുസ്ലിം മതമൗലികവാദിയാണെന്ന് പറയുന്നതിന് കെമോഫ്ലാഷ്, ഒരു അതിന്റെ ഒരു മുഖംമറയായിട്ടാണ് അൻവർ ഇത് തുറന്നു പറയാനുള്ള ചങ്കുറ്റം പിണറായിക്കില്ല. ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്, ഇത് ഇസ്ലാമിക ഭീകരവാദമാണ് പിണറായിയെ ടാർഗറ്റ് ചെയ്യാൻ ഇപ്പൊ ശ്രമിക്കുന്നത് എന്നുള്ളത് വരുന്നത് പിണറായിക്ക് ഗുണമാകുമെന്നാണ് പിണറായി കരുതുന്നത്. പക്ഷേ ഈ ഈഴവ സമുദായം അടക്കം അത് SNDP നേതൃത്വം അനുകൂലിച്ചാലും ഇല്ലെങ്കിലും ഈഴവ സമുദായത്തിലെ പിന്നാക്ക സമുദായങ്ങളിലും ഒരു വൻ ഷിഫ്റ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആലോചിക്കണം, 11 കക്ഷികൾ വീതമാണ് LDF-ലും UDF-ലും ഉള്ളത്. UDF-ലും 11 കക്ഷിയുണ്ട്, LDF-ലും 11 കക്ഷിയുണ്ട്. ദുർബലമായ കക്ഷികളല്ല പലത്. അല്ല, ദുർബലാണെങ്കിലും കേരള കോൺഗ്രസ് കോട്ടയത്ത് സ്ട്രോങ് ആണ്, CPM-ന്റെ കൂടെ ഉള്ളത്. മലപ്പുറം അടക്കമുള്ള പ്രധാന 4-5 ജില്ലകളിൽ മുസ്ലിം ലീഗ് സ്ട്രോങ് ആണ്. അതേസമയം ഇപ്പുറത്ത് BJP-യുടെ കൂടെ അത്രയും ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയും NDA-യിലില്ല. എന്നിട്ടും ഇത്രയും ശക്തമായിട്ടുള്ള ഫൈറ്റ് കൊടുക്കാൻ പറ്റി. വെറും 16,000 വോട്ടിനാണ് ആറ്റിങ്ങലും 20,000-ന് താഴെ വോട്ടിനാണ് തിരുവനന്തപുരത്തും തോറ്റത്. ആലപ്പുഴയിലുണ്ടായ അപ്സർജ് ആലോചിക്കണം. അവിടെ NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ കൊണ്ടുവന്ന നേട്ടം ഒരു പക്ഷേ CPM-ന്റെ തന്നെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തെറിയുന്നതാണ്. ഇത് കേരളത്തിൽ ഉടനീളം ഇത് കാണാം. അടുത്ത തവണത്തേക്ക് 36 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ഈ ഒരു ട്രെൻഡ് നിലനിർത്താൻ കഴിഞ്ഞാൽ BJP 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ എത്തും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണോ ഇതെന്നുള്ളതാണ് സംശയം. പക്ഷെ അപ്പോഴും അൻവർ അവിടെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കാരണം CPM മുസ്ലിം ബാന്ധവത്തിന്, CPM മുസ്ലിം ലീഗല്ല, CPM മുസ്ലിം ബാന്ധവത്തിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് പിണറായിക്ക് ശേഷം ആര് എന്ന് ചോദിക്കുമ്പോൾ റിയാസിൻ്റെ പേരാണ് വന്നുകൊണ്ടിരുന്നത്. അതേ റിയാസിനെ തന്നെയാണ് അൻവറും വിമർശിക്കുന്നത്. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് റിയാസ് അൻവറിനൊപ്പമാണ് എന്നുള്ള ഒരു സന്ദേശം കേരളത്തിലുടനീളമുണ്ട്. അപ്പൊ അതിനെ ഒരു അൻവറും ജലീലും റിയാസും ഒന്നിച്ചുള്ള ഓപ്പറേഷനാണ്. എന്തായാലും പിണറായിക്ക് ഇനി ഒരു മന്ത്രിസഭയും കൂടെ നയിക്കാനുള്ള ആരോഗ്യം അദ്ദേഹത്തിനില്ല. ഇപ്പൊ റിയാസിനെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇപ്പൊ എന്നാൽ പിന്നെ ഞങ്ങൾ റിയാസിനെ തന്നെ പ്രൊജക്റ്റ് ചെയ്യും എന്ന് പാർട്ടിയെ കൊണ്ട് പറയിപ്പിക്കാനുള്ള സംവിധാനം. ഇപ്പം CPM-ന് ബംഗാളിൽ തിരിച്ചടി നേരിട്ടു, മറ്റ് സ്ഥലങ്ങളൊക്കെ തിരിച്ചടി നേരിട്ടു. കേരളത്തിൽ അവർ പിടിച്ചിരുന്നത് വളരെ കാലാകാലങ്ങളായിട്ട് അവരുടെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ EMS ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, കാരണം അദ്ദേഹം അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മുസ്ലിം മതമൗലികവാദത്തിനെതിരെ ഇട്ടും ഒക്കെ ആഞ്ഞടിച്ചിരുന്നു. അത് ലേഖനം എഴുതുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കേരളത്തിലെ ഈ മുസ്ലിം സമൂഹത്തിന് വേണ്ടി മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്, തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയം നടത്തിയ ആള് EMS ആണ്. അപ്പൊ അതിനൊരു ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാലാകാലങ്ങളായിട്ടുള്ള അവരുടെ നിലപാട് എന്ന് തന്നെ പറയാം. അല്ല, പക്ഷെ പാർട്ടി അണികളിൽ ഷിഫ്റ്റ് വരുന്നു. പാർട്ടി അണികളിൽ ഇപ്പോൾ തിരുവല്ലയിലെ പാർട്ടി സമ്മേളനത്തിൽ നിന്ന് യോഗം നടത്താൻ കഴിയാത്ത വിധം ആൾക്കാർ ഇറങ്ങിപ്പോയി. എൻ്റെ പ്രതീക്ഷ ആലപ്പുഴ ജില്ലയിൽ ഉടൻ തന്നെ CPM-ൽ അടുത്ത ജില്ലാ സമ്മേളനം അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് അതിശക്തമായ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. കാര്യം അതിൻ്റെ മൂവ്മെൻറ്റ് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇവർ അട്ടത്തിരുത്തിയ ആൾക്കാർ മുഴുവൻ ആലോചിക്കണം. ജി സുധാകരൻ്റെ വായിൽ നാക്ക് ഇപ്പോൾ ഈ നമ്പൂതിരിമാരുടെ കോണകം അന്വേഷിക്കുക, അങ്ങനെ ചില വാക്കുകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ 100% സത്യസന്ധതയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരഴിമതി ഇല്ലാത്തൊരു നേതാവ് ജി സുധാകരനായിരുന്നു. ജി സുധാകരനെ ഇവർ കൈക്കലില്ലാതല്ലേ H സലാമിന് വേണ്ടി എടുത്തു കളഞ്ഞത്. അതേപോലെ തന്നെയാണ് ബാക്കി ഓരോരുത്തരും എടുത്തു വെക്കും. ഇപ്പോൾ ഐസക്കിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ ധനകാര്യത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലും CPM-ലുള്ള ഇന്ന് മറ്റു പലരെക്കാട്ടിലും ഭേദമായിരുന്നു ഐസക്കിനെ അവർ ചവിട്ടി ഒതുക്കി.
പിന്നെ ഇപ്പോൾ CPM-ൽ ഇവരുടെ ഒപ്പം നിൽക്കാത്ത മുഴുവൻ ആൾക്കാരെയും എസ് ശർമ്മയായാലും ഇപ്പം അതൊക്കെ വിഭാഗീയതയുടെ ഭാഗമാണ്. പക്ഷെ വിഭാഗീയതയ്ക്ക് അപ്പുറത്തേക്ക് പാർട്ടിയുടെ മുഴുവൻ സംവിധാനത്തിലും ഇസ്ലാമിക തീവ്രവാദം കടന്നു വരുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ എറണാകുളം ജില്ലാ സമ്മേളനത്തിലും തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിലും ഉയർത്തിയത് ഇപ്പോൾ വീണ്ടും അതിശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ആകത്തുക എന്തായിരിക്കും? ഈ സമീപകാലത്തെ പൊളിറ്റിക്സിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുക? തീർച്ചയായിട്ടും CPM-ൽ ഒരു പുതിയ ധ്രുവീകരണം ഉണ്ടാവും. ആ പുതിയ ധ്രുവീകരണം എന്തായാലും ഇപ്പോഴത്തെ സംഘടനാ സംവിധാനത്തിൽ ഈ പിണറായിക്കും ഇവർക്കും മുന്നോട്ട് പോകാനാവില്ല. അത് പിളർപ്പാണെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ CPM-ൻ്റെ സംഘടനാ സംവിധാനത്തിൽ മാറ്റം വരും. ആ മാറ്റം അനിവാര്യമാണ്. പുതിയ സംഭവ വികാസങ്ങളുടെ പിറകിലുള്ള വസ്തുത പൂർണ്ണമായിട്ടും CPM-ലെ പ്രീണനത്തിനെതിരായി പാർട്ടി അണികളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തെ മറികടക്കാനുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ്. ഞങ്ങൾ വഴിമാറി ചിന്തിക്കുന്നു എന്ന് അണികളെ ചിന്തിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് CPM നടത്തുന്നത്. അതുമാത്രമാണ് ഈ അൻവർ വിവാദത്തിൻ്റെ അടിസ്ഥാനം എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ.